ജൂലൈ 30-ന് അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് 25% ടാരിഫും കൂടാതെ അധികമായി 10% പ്രഖ്യാപിച്ചല്ലോ. ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടർ പോലുള്ള തന്ത്രപ്രധാന മേഖലകൾക്ക് താൽക്കാലികമായി ഒഴിവ് നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ വ്യാപാര ഘടനയിലും സമ്പദ് വ്യവസ്ഥയിലും ഇതിന്റെ ദൂരപരിണാമങ്ങൾ ഉണ്ടാകുമെന്ന കനത്ത ആശങ്ക നിലനിൽക്കുന്നു. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ഇടിവിന് സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയ്ക്കെതിരായി സെൻസെക്സും നിഫ്റ്റിയും ജൂലൈ 31-ന് വലിയ വ്യതിയാനങ്ങളില്ലാതെ സ്ഥിരത നിലനിർത്തി. ഈ പ്രതിരോധ ശേഷിക്ക് പിന്നിൽ ഇന്ത്യയുടെ മാക്രോ സമ്പദ് വ്യവസ്ഥയിലുള്ള നിക്ഷേപകരുടെ വിശ്വാസം, ഡിപ്ലോമാറ്റിക് ചർച്ചകളിലും പ്രശ്നപരിഹാര സാധ്യതകളിലുമുള്ള പ്രതീക്ഷ തുടങ്ങിയ ഘടകങ്ങളാണ്. അമേരിക്കയുടെ ഈ നീക്കത്തിന്റെ ഫലമായി ഇന്ത്യയുടെ GDP വളർച്ച 0.5% വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ വളർച്ച മികവുറ്റ പ്രതിരോധ നടപടികളെ ആശ്രയിച്ചായിരിക്കും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇത്തരം വ്യാപാര ഘട്ടം മാറ്റങ്ങൾ നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് തെളിയിക്കുന്നു. കൃഷി ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളെ അന്യായമായ വിദേശ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതും വ്യാപാര ചർച്ചകളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ടതും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ഇന്ത്യയുടേത് ഡെഡ് ഇക്കണോമിയാണെന്ന ട്രംപിന്റെ നിരുത്തരവാദപരമായ പ്രസ്താവനയെ ചില പ്രതിപക്ഷ നേതാക്കളെങ്കിലും പിന്തുണയ്ക്കുന്നത് അപലപനീയം തന്നെ. ഈ സാഹചര്യത്തിൽ ഉറച്ച പൗരപിന്തുണയും അർത്ഥവത്തായ പൊതു ചർച്ചകളും സൂക്ഷ്മമായ നയരൂപീകരണവും ഇന്ത്യയുടെ ദീർഘകാല താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായകമായിരിക്കും.